കപ്പ മുറുക്കി അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന പോലെ തന്നെ പുഴുങ്ങി ഊറ്റി ഫാൻ അടി വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം, അത് തണുപ്പിക്കണം. അപ്പം നല്ലോണം ഉറയ്ക്കും. പക്ഷേ അതിൻ്റെ ആ വെന്തിട്ട് പുട്ട് ഉണക്കുന്ന സംഭവം ഇതിങ്ങനെ ചെത്തിയെടുക്കുക, നമുക്കിങ്ങനെ കിട്ടും. ഈ സാധനം ഇതാ ഇങ്ങനെ മുറിക്കുമ്പോൾ ഈ കോൺ പരുവാവും. ഇതാണ് നമ്മുടെ തീറ്റയുടെ പരുവം. ഓക്കെ ഓക്കെ. കരിമീൻ തീറ്റ, കരിമീൻ മാത്രമേ കിട്ടത്തുള്ളൂ. കരിമീനെ കുറുവ ഐറ്റങ്ങളെല്ലാം കിട്ടും. ഓണ്ട ഇട്ടില്ല, അതിന് പിന്നെ കരിമീൻ അടിച്ച് ഉണ്ടോ? ഇട്ടില്ല, അതിന് പിന്നെ കരിമീൻ അടിച്ച്. ഫസ്റ്റ് തീറ്റി കരിമീൻ അടിച്ചിരിക്കുക. ഫസ്റ്റ് തീറ്റി കരിമീൻ അടിച്ച് ഞാൻ അങ്ങോട്ട് മാറിയ സമയത്ത്. എന്നാ കരിമീനാ എൻ്റെ മോച്ചാല്, സൈസ് കരിമീൻ. ഫസ്റ്റ് തീറ്റിക്ക് തന്നെ കരിമീൻ അടിച്ചിരിക്കുക. എന്നാ സെറ്റപ്പാന്ന് ഇരിക്കുന്ന സ്ഥലം, കൂടാരം പോലെ, നല്ല എ സിക്കകത്തിരിക്കുന്ന പോലെ. ഫസ്റ്റ് തീറ്റിക്ക് അടിച്ച് കരിമീൻ വലയെടുത്തിട്ട്. പോയല്ലേ, വലിച്ചു കിട്ടിയില്ല. അത് കരിമീൻ നമ്മളെ പറ്റിച്ചു. അടുത്തത് വരും, ഒരെണ്ണം പോയാൽ അടുത്തത് വരും. എല്ലാ തീറ്റയ്ക്കും മീൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണോ? ചരക്ക് ഈയടാ കിട്ടിയ കെട്ടിയിട്ടാ വലയും കിടന്നിട്ട് വല എടുത്തോണ്ട് വല അപ്പുറത്താകുമ്പോൾ വല എടുത്തുകൊണ്ട് കൊടുക്കാൻ പോവാം. കൊണ്ടുപോയി ഇവിടെ ആറ്റിലെ കക്ക പൊട്ടിക്കിട്ടാലും കരിമീൻ കിട്ടും. പക്ഷേ കക്ക എന്ന് പറയുമ്പം അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ജലം വീഴുന്നത് ഭയങ്കര ഉളുമ്പണം. താല്പര്യം കപ്പയെ നല്ല വൃത്തിയായിട്ട് കൊത്തൂല്ലോ. കപ്പ ഇഷ്ടമുള്ള സാധനമാണ് കരിമീൻ. പിന്നെ നമ്മളെന്തിനാ ഉളുമ്പ് പറ്റിക്കുന്നത്? കക്കായ ഇറച്ചിയില്ലേ, കക്കായ ഇറച്ചി ഇട്ടാലും കല്ലിമ്മക്കായ എന്നൊക്കെ പറയൂല്ലേ. കല്ലിമ്മക്കായല്ല, അതുപോലെ നോക്കിയാണ് പറഞ്ഞു. നമ്മളിവിടെ കക്ക, കറുത്ത കക്ക എന്ന് പറയും. നല്ലപോലെ വെന്ത കപ്പയാണ്. അത് കാരണം ഈ കൊച്ചു വെള്ളത്തിൽ വന്ന് പൊക്കിയാലും അതിനകത്തും കിട്ടും. കപ്പ ചുമ്മാ വേവിക്കല്ല കേട്ടോ, ചെറിയ സീക്രട്ടൊക്കെ ഉണ്ട്, അത് പറഞ്ഞുതരാം. വെറുതെ വെള്ളം ഒഴിച്ച് വേവിച്ചാലും അതിനൊരു
കപ്പയുടെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കരിമീൻ ഇഷ്ടമുള്ള വേറെ സ്മെല്ലുണ്ട്, പറഞ്ഞുതരാം. വന്നിട്ടുണ്ട്, അടുത്ത കരിമീൻകുളത്ത് വന്നിട്ടുണ്ട്. ഓഹോ, അടുത്ത കരിമീൻ ചറുപറ ഒന്ന് അടുത്ത് കാണിച്ചു. ഓ എൻ്റെ പൊന്നെ, ഒരാളാണ്ട് അങ്ങോട്ട് മാറിയിരിപ്പുണ്ട് കണ്ടോ, ഒരാൾ മാറിയിരുന്നിരുന്നുണ്ട്. ഈ കരിമീൻ ചൂണ്ടയിടുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് പമ്മിരുന്ന് കൊണ്ടിടാൻ. കരിമീനെ ഇച്ചിരി ബുദ്ധിയുള്ള മീനാണ്, ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുന്ന മീനാണ്. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് പമ്മിരുന്ന് കൊണ്ടിടാൻ, സംസാരിക്കാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, അങ്ങനെ ഇടാൻ. അതുകൊണ്ട് ഇങ്ങനെ അകന്നകന്നിരിക്കുന്നത്. മറ്റുള്ള ചൂണ്ടയ്ക്കെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചൂടിയിരുന്ന് ഇടണം. കരിമീൻ അങ്ങനെയല്ല. അടുത്ത മീൻ ഇട്ടിട്ടുണ്ട്. പറന്നടിക്കുന്നത് അടുത്ത മീൻ. പറയാനുണ്ട്, വളർത്തുന്ന സ്ഥലമല്ല, ഇത് ആറാണ് കേട്ടോ. ആറിന്റെ ചെറിയൊരു കൈപ്പുഴയാണ്. ഈ ചവറാന്ന് മീൻ കട്ടുമ്പോൾ നിങ്ങൾ വളർത്തുന്ന മീൻ വിളിക്കുന്ന ഒരു തോന്നലുണ്ടാവും. ബോട്ട് ഓടുന്ന സ്ഥലമാണ്, ബോട്ട് ഉണ്ടോ, പാടം ഉണ്ടോ, വെള്ളമൊക്കെ വരുന്നുണ്ട്, ഇഞ്ചൻ വെള്ളമൊക്കെ വരുന്നുണ്ട്. വലിയ ലൈൻ ബോട്ട് ഓടുന്ന സ്ഥലമാണ്. ലൈവ് മീൻപിടുത്തം, ലൈവ് കരിമീൻ മീൻപിടുത്തം അല്ലേ. ഇത്തിരി സൗണ്ട് വെക്കാനൊക്കത്തില്ല, അത് കാരണമാണ്